അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറഫ ദിവസം നാളെയാണ്. ഈ അറഫ ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്, പുണ്യമുണ്ട്. ആ പുണ്യത്തെക്കുറിച്ചൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞുപോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നും ഈ ഹദീസ് നോക്കി മഹാന്മാർ വിശദീകരിക്കുന്നു. വരാൻ പോകുന്നൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ വരാൻ പോകുന്നൊരു വർഷം കൂടെ അവന് ആയുസ്സുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ്. ആ ദിവസത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. അറഫ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ സുന്നത്ത് നോമ്പാണല്ലോ, പ്രത്യേകമായി നിയ്യത്ത് കരുതുക. സുന്നത്താക്കപ്പെട്ട അറഫ ദിവസത്തെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുക. സുന്നത്ത് നോമ്പാകുമ്പോൾ ളുഹുർ വരെ, ആ ദിവസത്തെ അറഫ ദിവസത്തിലെ ദുൽഹിജ്ജ 9 ളുഹുർ വരെ അവന് സമയമുണ്ട്. പക്ഷേ അതിന് പ്രത്യേകമായൊരു ഷർത്തുണ്ട്. സുബ്ഹി മുതൽ ളുഹുർ വരെ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരാൾക്ക് വേണമെങ്കിൽ ളുഹുർ വരെ ആ നിയ്യത്ത് വെക്കാൻ അനുവദനീയമാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫർള് നോമ്പ് ഖളാ ഉള്ള ആളുകളാണെങ്കിൽ തലേ ദിവസം തന്നെ നാളത്തെ ഇതിനോടുകൂടെ ഖളാ ആയ ഫർളാക്കപ്പെട്ട നോമ്പിനെ ഞാൻ വിട്ടുനിന്ന് കരുതി കഴിഞ്ഞാൽ അറഫ ദിവസത്തിലെ സുന്നത്തായ നോമ്പിൻ്റെ കൂലിയും അതുപോലെ തന്നെ ഫർള് ഖളാ വിട്ടുന്ന കൂലിയൊക്കെ അവന് ലഭിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ദിവസം നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.